BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഈ ഓണത്തിനും നാട്ടിലെത്തണമെങ്കിൽ അന്യസംസ്ഥാനത്തുള്ള മലയാളികളുടെ കീശ കീറും. ഓണക്കാലത്ത് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രാ ചെലവ് ഇരട്ടിയിലേറെയായി. 4 അംഗ കുടുംബത്തിന് ഓണക്കാലത്ത് നാട്ടിൽ പോയി വരാൻ 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാക്കും. ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ലാത്തതിനൊപ്പം വിമാനയാത്രാ നിരക്കും ഇരട്ടിയിലേറെ വർദ്ധിച്ചുവെന്നാണ് തിരിച്ചടിയായത്. ഡൽഹി പുറമെ ഉത്തരേന്ത്യയിലെ മറ്റു നഗരങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്കും ഓണക്കാലത്തെ യാത്രാ ദുരിതം വെല്ലുവിളിയാണ്. മിക്ക നഗരങ്ങളിൽ നിന്നും നേരിട്ട് ട്രെയിനുകളോ വിമാനങ്ങളോ ഇല്ലാത്തതിനാൽ ഡൽഹിയിലെത്തി വേണം നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ. ഓണയാത്രയ്ക്ക് സമയവും കാശും കൂടുതൽ ചെലവാകുമെന്നതിനാൽ ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന പല മലയാളികൾക്കും കുടുംബങ്ങളും കഷ്ടത്തിലാണ്. ഓണക്കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചെങ്കിലും അക്കൂട്ടത്തിൽ ഡൽഹിയിൽ നിന്നും പ്രത്യേക സർവീസുകളില്ല. ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചപ്പോഴും ഡൽഹിയെ അധികൃതർ മറക്കുകയായിരുന്നു. അതോടെ ഓണാഘോഷത്തിന് നാട്ടിൽ പോയി വരാൻ കാത്തിരിക്കുന്ന ജോലിക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രതിസന്ധിയിലായി. ദിവസേന കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന കേരള, മംഗള, ലക്ഷദ്വീപ് എക്സ്പ്രസ് ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ഇപ്പോഴും വെയിറ്റിംഗിലാണ്. ഉത്തരേന്ത്യയിൽ വേനൽ കടുത്തതോടെ സ്ലീപ്പർ ക്ലാസ് യാത്ര ചിന്തിക്കാൻ പോലും കഴിയില്ല. 3rd, 2nd ക്ലാസ് ടിക്കറ്റുകളും മംഗള, കേരള എക്സ്പ്രസ്സുകളിൽ കിട്ടാനുമില്ല. അവയ്ക്ക് പുറമെ രാജധാനി എക്സ്പ്രസ്, മില്ലേനിയം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, ഹിമസാഗർ എക്സ്പ്രസ്, യശ്വന്ത്പൂർ കൊച്ചുവേളി എക്സ്പ്രസ്, സബർഗകാന്തി എക്സ്പ്രസ്, അമൃത്സർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്, നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ട്രെയിനുകളിലും ടിക്കറ്റ് കിട്ടാനില്ല. നാട്ടിലേക്കുള്ള വിമാനയാത്രയുടെ ചെലവ് നിലവിൽ ഒരു ഇടത്തരം കുടുംബത്തിന് എത്തിപ്പിടിക്കാവുന്നതിലും ഉയരത്തിലാണ്. ഡൽഹിയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ നഗരങ്ങളിലേക്കുള്ള വിമാനയാത്രയ്ക്ക് 15,000 മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. തിരികെ വരാനും ഏകദേശം ഇതേ തുക ടിക്കറ്റിന് ചെലവാക്കേണ്ടി വരും. 2 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന കുടുംബത്തിന് കേരളത്തിലേക്ക് വിമാനത്തിൽ പോകണമെങ്കിൽ ഏകദേശം 60,000 രൂപ ചെലവ് വരും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.